കിഴക്കിൻ്റെ വെനീസ് എന്നറിയപ്പെടുന്ന ആലപ്പുഴ. ഈ ആലപ്പുഴ ഇത്ര മനോഹരമാണെന്ന് കാണിച്ചു തന്ന ഒരു ബസ് റൂട്ടാണ് നിങ്ങൾക്കായി ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നത്. ഓൾറെഡി ഞാൻ ഈ റൂട്ടിനെ പറ്റി ഒരു വീഡിയോ ചെയ്തിരുന്നു. പക്ഷേ ഞാൻ വീണ്ടും ഒന്നുകൂടെ ആ റൂട്ടിൽ ബസ് യാത്ര ചെയ്തപ്പോഴാണ് ഇത്രയും മനോഹരമായ കണ്ണ് തള്ളിപ്പോകുന്ന കാഴ്ചകൾ, അത്ര സുന്ദരമായ കാഴ്ചകളാണ് ഈ ബസ് റൂട്ടിലൂടെ കാണാൻ സാധിക്കുന്നത്. സത്യം പറഞ്ഞാൽ കേരളത്തിൻ്റെ നെല്ലറ എന്നറിയപ്പെടുന്ന കുട്ടനാട് ഇത്രയും ഭംഗിയുള്ളതാണ് എന്ന് മനസ്സിലാക്കി തന്ന ബസ് യാത്ര. വെറും 28 രൂപ ടിക്കറ്റിൽ ആലപ്പുഴ ടൗണിൽ നിന്ന് കൈനകരി എന്ന് പറയുന്ന ഗ്രാമത്തിലേക്ക് പോകുന്ന ബസ് യാത്ര. സുന്ദരമായ പാടശേഖരങ്ങൾ, പച്ചപ്പരവതാനി വിരിച്ചിട്ടിരിക്കുന്ന പോലെ കണ്ണത്താ ദൂരത്തോളം കിടക്കുന്ന നെൽപ്പാടങ്ങൾ, ചെറിയ തോടുകൾ, കായലുകൾ, ഗ്രാമീണ കാഴ്ചകൾ, തെങ്ങിൻ തോപ്പുകൾ, ഇതൊക്കെയാണ് ഈ ബസ് യാത്രയുടെ ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷത. ഇത് ഈ കാണുന്ന തോടുകളിലൂടെ നമുക്ക് ബോട്ടിങ് നടത്താനുള്ള സൗകര്യങ്ങൾ ഇവിടെയുണ്ട്. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരു 1 ഡേ നിങ്ങൾക്ക് അടിപൊളിയായിട്ട് സ്പെൻഡ് ചെയ്ത് തിരിച്ചു പോകാൻ സാധിക്കുന്നു. നല്ല മധുരമേറിയ ഓർമ്മകളുമായിട്ട് നിങ്ങൾക്ക് തിരിച്ചു പോകാൻ സാധിക്കുന്ന ഒരു റൂട്ടാണിത്. ഓക്കെ. പിന്നെ ഇവിടുത്തെ വേറൊരു പ്രത്യേകത എന്ന് വെച്ചാൽ വളരെ സാധാരണക്കാരായ മനുഷ്യരാണ് ഇവിടെ കൂടുതലും താമസിക്കുന്നത്. സ്നേഹമുള്ള ആൾക്കാർ, വളരെ കോപ്പറേറ്റീവ് ആയിട്ടുള്ള ആൾക്കാരാണ് ഇവിടെയുള്ള ആൾക്കാർ. എല്ലാവരും അങ്ങനെ തന്നെയാണെന്നാണ് എനിക്ക് മനസ്സിലായത്. നല്ല സ്നേഹമുള്ള ആൾക്കാരാണ് ഇവിടെയുള്ള ആൾക്കാരെല്ലാവരും, അങ്ങനെ തന്നെ എനിക്ക് മനസ്സിലായത്. പിന്നെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല നാടൻ ഫുഡ് കിട്ടുന്ന റെസ്റ്റോറൻറ്റുകൾ ഇവിടെയുണ്ട്. ചില നാടൻ കള്ള് ഷാപ്പുകൾ ഇവിടെയുണ്ട്. അപ്പോൾ നിങ്ങൾ വരുവാണെങ്കിൽ അവിടെയൊക്കെ ഒന്ന് വിസിറ്റ് ചെയ്ത് നാടൻ രുചികളുമൊക്കെ ആസ്വദിച്ച് തിരിച്ച് പോകാൻ സാധിക്കുന്നതാണ്. പിന്നെ നൈറ്റ് സ്റ്റേ താല്പര്യമുണ്ടെങ്കിൽ ഇവിടെ ഹൗസ് ബോട്ടുകളുണ്ട്. ഹൗസ് ബോട്ടുകളിൽ ഒരു നൈറ്റ് വേണമെങ്കിൽ സ്റ്റേ ചെയ്യാം. ഇനി നൈറ്റ് സ്റ്റേ താല്പര്യമില്ല, ഒരു ഡേ ക്രൂയിസ് മാത്രമാണെങ്കിൽ അതിനുമുള്ള സൗകര്യങ്ങൾ ഇവിടെ ഈ കൈനകരി ഏരിയയിൽ അവൈലബിൾ ആണ്. എന്തായാലും ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഈ റൂട്ട് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അത്ര മനോഹരമായ കാഴ്ചകളാണ് ഈ റൂട്ടിലൂടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത്. ഈ KSRTC ബസ്സിലാണ് ഞാൻ യാത്ര ചെയ്തത്. അധികം തിരക്കൊന്നുമില്ലായിരുന്നു, വളരെ കുറച്ച് ആൾക്കാർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ രാവിലെ ആയതുകൊണ്ടായിരിക്കാം തിരക്ക് കുറവായിട്ട് തോന്നിയത്. ഞാൻ വിചാരിച്ചിരുന്നത് കുട്ടനാടിനേക്കാളും കൂടുതൽ നെല്ല് ഉള്ളത് പാലക്കാടാണ് എന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. എന്നാൽ പാലക്കാടിനോട് കിടപിടിക്കുന്ന രീതിയിൽ തന്നെ നെൽപ്പാടങ്ങൾ ഇവിടെയുണ്ട്, ധാരാളം നെൽപ്പാടങ്ങൾ ഇവിടെയുണ്ട്. അപ്പോൾ ഒരിക്കലെങ്കിലും നിങ്ങൾ ഈ റൂട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കണം, ഒരിക്കലും നഷ്ടമാകത്തില്ല. ഇപ്പോൾ അടുത്ത മാസം വള്ളംകളി നടക്കുമല്ലോ, ലോകപ്രസിദ്ധമായ വള്ളംകളി അടുത്ത മാസമാണ് നടക്കുന്നത്. അപ്പോൾ നിങ്ങൾ വേണമെങ്കിൽ ആ ദിവസം ഒന്ന് പ്ലാൻ ചെയ്ത് നോക്കൂ. അപ്പോൾ വള്ളംകളിയും കൂടെ കണ്ട് ആലപ്പുഴ കാഴ്ചകളും കണ്ട് ആലപ്പുഴയുടെ നാടൻ രുചികളും ഒക്കെ ടേസ്റ്റ് ചെയ്ത് നിങ്ങൾക്ക് തിരിച്ചു പോകാൻ സാധിക്കുന്നതാണ്. ഓക്കെ. എൻ്റെ വീഡിയോസ് ഇഷ്ടമായെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. ഓക്കെ, ബൈ, ഹാവ് എ നൈസ് ഡേ.